വിശദമായി നോക്കാം. മലപ്പുറം വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ 2 പേർ പോലീസ് പിടിയിലായിട്ടുണ്ട്. സ്ഥലം പാട്ടത്തിനെടുത്തയാളും സഹായിയുമാണ് കസ്റ്റഡിയിലായിട്ടുള്ളത്. അതേസമയം മരിച്ച ജിത്തുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ പ്രദേശവാസികളും അതുപോലെ തന്നെ UDFും കടക്കുകയാണ്. ഇന്നലെയാണ് മലപ്പുറം വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരു വിദ്യാർത്ഥി മരിക്കുകയും അതുപോലെ തന്നെ 2 വിദ്യാർത്ഥികൾക്ക് ഷോക്കേൽക്കുകയും ചെയ്തിരുന്നു. അവർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ജിത്തുവാണ് ഇന്നലെയുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്. അതിൽ വലിയ ആരോപണങ്ങൾ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ സംഭവത്തിലാണ് ഇപ്പോൾ സ്ഥലം പാട്ടത്തിനെടുത്തയാളും സഹായിയും കസ്റ്റഡിയിലായിരിക്കുന്നത്. വിവരങ്ങൾ നൽകാനായി മുഹമ്മദ് അസ്ലമാണ് ചേരുന്നത്. അസ്ലം, എപ്പോഴാണ് ഈ 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്? വഴിക്കടവ് വെള്ളക്കട്ടയിൽ ഒരു കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ച സംഭവം, അതായത് പന്നിക്കണിയിൽ ഷോക്ക് ഉണ്ടാക്കിയ സംഭവം അല്ലെങ്കിൽ വൈദ്യുതി ബന്ധം ഉണ്ടാക്കിയ സംഭവമാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ കാണുന്ന ജിബിൻ ജെയിംസിൻ്റെ ക്യാമറയിൽ കാണുമ്പോൾ ഈ വൈദ്യുതി പോസ്റ്റ് ഉണ്ട്. ആ ലൈനിൽ നിന്നും നേരിട്ട് ഒരു കേബിൾ വലിച്ചിരിക്കുകയാണ്. ആ കേബിൾ വലിച്ച് ഒരു മുളയുടെ കെട്ടിയതിൻ്റെ സഹായത്തോടു കൂടി കേബിൾ വലിക്കുകയാണ്. ആ കേബിൾ നമ്മൾ നോക്കാൻ താഴോട്ട് പോവാം. ജെയിംസിൻ്റെ താഴോട്ട് ദൃശ്യങ്ങൾ നോക്കിയാൽ ആ കേബിൾ നേരെ താഴേക്ക് വന്നിട്ട് താഴേട്ട് വലിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ താഴെ ചെറിയ ചെറിയ കമ്പികൾ കെട്ടുകയും ആ കമ്പികളിലേക്ക് നേരിട്ട് കണക്ഷൻ എത്തിക്കുകയും ചെയ്യുന്നതാണ്. നമുക്ക് ആ ഒരു ചെറിയ കേബിളാണുകൊണ്ട് കാണുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടായാൽ പോലും കാണാൻ കഴിയും. ഇവിടെ നിന്ന് നേരെ ആ കമ്പിയിലേക്ക് ചുരുങ്ങി കിടക്കുന്ന ആ കമ്പികൾ നേരെ ഫെൻസിങ്ങിലേക്ക് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ KCB ലൈനിൽ നിന്നും നേരിട്ട് കേബിൾ വഴി വലിച്ചതിന് ശേഷം ഇത്തരത്തിൽ കെട്ടിയിരിക്കുന്ന ഫെൻസിങ്ങുകളിലേക്ക് വൈദ്യുതി കൊടുക്കുകയാണ്. ഇതാണ് പിന്നെ 7 മണിയോടെയൊക്കെ അവരിത് ഓണാക്കുക. അതിനുശേഷം ഇതുവഴി കാട്ടുപന്നികളോ വരികയാണെങ്കിൽ അതിൽ ഷോക്കേറ്റ് വീഴും, അതിനെ എടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് 7 മണിക്ക് ശേഷം നാട്ടുകാർ ചെറിയൊരു ആശങ്കകളോട് തന്നെ ഇറങ്ങാറില്ല പലപ്പോഴും. പക്ഷേ കുട്ടികൾ ആ ഒരു സാധാരണ രീതിയിൽ കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. ഇവിടെ ഒരു പതിവ് രീതിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വൈദ്യുതി KCB ഒന്നും അറിയിക്കാതെ അനധികൃതമായി തന്നെ ഈ ഷോക്ക് ഉണ്ടാകുന്ന രീതിയിലേക്ക് ഇത്തരത്തിൽ വൈദ്യുതി ലൈൻ വലിച്ചു കൊടുക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അത് ഇത് നേരത്തെ തന്നെ നാട്ടുകാർ പരാതിയായി തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഷോക്ക് ഈ വൈദ്യുതി ലൈനിൽ നിന്ന് കണക്ഷൻ എടുത്തുകൊണ്ട് കൊടുക്കുന്ന രീതിയുണ്ടെന്ന് പരാതിയായിട്ട് പറഞ്ഞിരുന്നു. അതേസമയം അക്കാര്യത്തിൽ നടപടിയൊന്നും സ്വീകരിച്ചില്ല. അതാണ് ഇത്രയും വലിയൊരു ദാരുണമായ സംഭവത്തിലേക്ക് എത്തിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. എന്തായാലും ഒരു വലിയ തെറ്റായ നടപടി, അതോടൊപ്പം തന്നെ അനധികൃതമായ ഒരു നടപടി, വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ട് വൈദ്യുതി കണക്ഷൻ എടുത്തുകൊണ്ട് ഈ ഫെൻസിങ്ങിലേക്ക് കൊടുക്കുക, അങ്ങനെ അത് മറ്റുള്ളവർക്ക് കൂടി ജനങ്ങൾക്ക് കൂടി അപകടം ഉണ്ടാകുന്ന രീതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ സ്വാഭാവികമായിട്ട് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും വൈദ്യുതി വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പരിശോധനകളും അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെതിരെ കൃത്യമായ നടപടികളും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ആളുകളുടെ വന്യമൃഗ ശല്യം രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ അവിടുന്ന് കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നതിൻ്റെ കാഴ്ചയാണ് നമുക്ക് വഴിക്കടവ് വെള്ളക്കട്ടയിൽ നിന്നും കാണാൻ കഴിയുന്നത്.